മുമ്പൊക്കെ ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയും നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. എന്നാൽ ഇപ്പോൾ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് 3 രൂപയും 2 രൂപയും ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും നമുക്ക് ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയും ഒക്കെ മൊബൈൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് പരസ്യങ്ങൾ കാണിക്കുകയും ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്ത് കോടിക്കണക്കിന് സമ്പാദിക്കുന്ന ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ഒരു തരത്തിലും നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല. ചിലർ കരുതുന്നത് 2 രൂപയല്ലേ 3 രൂപയല്ലേ പ്ലാറ്റ്ഫോം ഫീ, അങ്ങ് കൊടുത്തിട്ട് റീചാർജ് ചെയ്യാമെന്ന്. എന്നാൽ നിങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഒരിക്കലും 1 രൂപ പോലും ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് നിങ്ങൾ കൊടുക്കരുത്. അപ്പോൾ ഇത്തരം പ്ലാറ്റ്ഫോം ഫീ ഇല്ലാതെ എങ്ങനെയാണ് മുൻനിര UPI സംവിധാനത്തിലൂടെ റീചാർജ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മെത്തേഡ് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ റീചാർജുകൾ ചെയ്താൽ പോലും 4 രൂപ മുതൽ 10 രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരുപാട് UPI പേയ്മെൻറ്റ് ആപ്പുകളുണ്ടെന്ന് എനിക്കറിയാം. സുരക്ഷിതത്വമില്ലാത്തതും RBI അംഗീകരിക്കാത്തതുമായി ഇത്തരം ആപ്ലിക്കേഷൻ ഒരു തരത്തിലും FTM ക്രിയേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. എൻ്റെ എയർടെൽ നമ്പർ ഞാൻ ഗൂഗിൾ പേയിലൂടെ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 859 രൂപയുടെ റീചാർജാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1 രൂപ 90 പൈസ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് ഞാൻ കൊടുക്കേണ്ടി വരും. ഇനി 859 രൂപയുടെ അതേ റീചാർജ് ഞാൻ ഫോൺ പേയിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം 3 രൂപയോളം പ്ലാറ്റ്ഫോം ഫീ പിടിക്കുന്നുണ്ട്. അതായത് 862 രൂപ ഞാൻ ഫോൺ പേയിൽ കൊടുക്കണം. ഇനി പേടിഎമ്മിലൂടെയാണ് ഞാൻ അതേ റീചാർജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിലും ഞാൻ 3 രൂപ തന്നെ പ്ലാറ്റ്ഫോം ഫീ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതുപോലെ UPI ആപ്ലിക്കേഷനിലൂടെ ഡയറക്റ്റ് റീചാർജ് ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ എയർടെൽ ആണെങ്കിലും VI ആണെങ്കിലും ജിയോ ആണെങ്കിലും കമ്പനി തരുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവല്ലോ, ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലൂടെയും റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ഫോണിൽ ഇത്തരം നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ നമ്പർ വഴി വെരിഫൈ ചെയ്താൽ മതി. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള റീചാർജ് എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി 859 രൂപയുടെ അതേ റീചാർജ് ഞാൻ എയർടെലിൻ്റെ ആപ്പിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുകയാണ്. അതായത് എൻ്റെ എയർടെലാണ് സിം. ജസ്റ്റ് ഞാൻ ആ എമൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ പേ വഴി പേ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഗൂഗിൾ പേയിൽ ആദ്യം പേയ്മെൻറ്റ് നടത്തിയതുകൊണ്ടാണ് അതവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇവിടെ വ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം എയർടെൽ UPI വഴിയാണ് നിങ്ങൾ ഇത് റീചാർജ് ചെയ്യുന്നതെങ്കിൽ 50 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം വഴിയൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 5 രൂപ മുതൽ നിങ്ങൾക്ക് 100 രൂപ വരെ ക്യാഷ് ബാക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും തവണ ലഭിക്കുന്നതാണെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി എല്ലാത്തിൽ നിന്നും ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ക്യാഷ് ബാക്ക് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഫോൺ പേയിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തി കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ സാധാരണ കൊടുക്കുന്നത് പോലെ ക്ലിക്ക് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കോളും. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ഏതാണ് കൊടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. എൻ്റെ അതിപ്പോൾ ഫോൺ പേ ഓപ്പൺ ആയിട്ടുണ്ട്. ഫോൺ പേ വഴി റീചാർജ് ചെയ്യേണ്ട ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 859 മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായത് എനിക്ക് ഫീ ഒന്നും കൊടുക്കണ്ട, പ്ലാറ്റ്ഫോം ഫീ കൊടുക്കണ്ട. ഇനി ജസ്റ്റ് ഞാൻ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി എൻ്റെ UPI നമ്പർ കൊടുക്കണം. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. UPI പാസ്വേഡ് കൊടുത്ത് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ അത് സക്സസ്ഫുൾ ആവും. ഓക്കെ, ഇതാ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. 859 രൂപ മാത്രമേ ചാർജ് ആയിട്ടുള്ളൂ. ഇനി ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എയർടെലോ ജിയോ അത് ഓപ്പൺ ആകുന്നതാണ്. ഇത് മുകളിൽ നിങ്ങൾക്ക് കാണാം എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, റീചാർജ് ആയതിൻ്റെ നോട്ടിഫിക്കേഷൻ. ഇനി ഞാൻ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി എനിക്ക് എയർടെൽ ഒരു ഓഫർ തന്നതാണ്. അതായത് അവരുടെ സിമ്മ് പർച്ചേസ് ചെയ്യേണ്ട ഓഫറാണ്. എനിക്ക് വേറെ ക്യാഷ് ബാക്ക് ഒന്നുമില്ല, കാരണം ഞാൻ ഓൾറെഡി ഇതിലൂടെ ഒരുപാട് തവണ ചെയ്തതാണ്. എനിക്ക് വന്ന മെസ്സേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് VI ആപ്പിലൂടെയും ജിയോയുടെ ആപ്പിലൂടെയും ഒക്കെ ഡയറക്റ്റായിട്ട് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോം ഫീ ഇല്ലാതെ തന്നെ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും goodbye.